എനിക്കിതിലെന്തോ പ്രശ്നം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ആ മൂർത്തി എന്ന് പറയുന്നവൻ്റെ കാര്യത്തിൽ. അവനൊരു പേരും കള്ളനാ. ആൾക്കാരെ ജീവനോടെ വിഴുങ്ങുന്ന ടൈപ്പാ. മൂർത്തിയും അനിയസാറിൻ്റെ പെങ്ങളും ചേർന്ന് എന്തോ ഒരു കൂർമുന്നണിയുണ്ട്. മോളെന്നെ നോക്കി നിന്ന് കരയാതിരിക്കാൻ അച്ഛൻ മാറിയെന്ന്. വക്കീലിനെ കൊണ്ടുവന്നിട്ടും ജാമ്യം തന്നില്ല. അതെങ്ങനെയാ മോളെ? നിയമത്തിന്റെ കണക്കില് അച്ഛൻ കൊലപാതകയാ. ഒരു കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവനല്ലേ. അക്കാര്യത്തില് അച്ഛന് വിഷമമൊന്നുമില്ല. പക്ഷേ എന്റെ മോളെ അടുത്ത് കിട്ടിയിട്ട് അച്ഛൻ സ്നേഹിച്ച് തിരുമുമ്പ് ഇങ്ങനെയൊക്കെ ആയി. അച്ഛൻ വിഷമിക്കരുത്. അച്ഛനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരു നാട് മുഴുവൻ. പിന്നെ എന്തിനും മുന്നിട്ടിറങ്ങാൻ അച്ഛന്റെ മോളും ഉണ്ട്. അച്ഛനെ കാവല് നിൽക്കാൻ നിങ്ങളൊക്കെ ഉള്ളപ്പോ അച്ഛനെ ആരെയും പിടിക്കണ്ട മോളെ. നിന്നെ കൊല്ലാൻ നോക്കിയവരെ അച്ഛനെ എതിർത്തത്. അതിപ്പോ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിന്റെ ദേഹത്ത് ഒരു പൂഴിത്തെരി വീഴുമെന്ന് കണ്ടു കഴിഞ്ഞാ അച്ഛനത് പൊറുക്കാൻ പറ്റില്ല. കുത്തുകയല്ല, ചിലപ്പോ കൊല്ലുക തന്നെ ചെയ്യും. അമ്മായിയുടെ അവസ്ഥ എന്താ? കരച്ചിലാണ്. പാവ ചേച്ചി, എനിക്കൊരു ചെറിയ വേദന വന്നാൽ പോലും താങ്ങില്ല. മോൾ അമ്മായിയെ ആശ്വസിപ്പിക്കണം. അതൊക്കെ ഇനി മോളുടെ ഉത്തരവാദിത്വ. അച്ഛനെ കോടതി കൊണ്ടുപോവോ? അറിയില്ല മോളെ. അതൊന്നും ആലോചിച്ച് മോളിപ്പോ തലഭാവിക്കണ്ട. ഞാൻ ആരെങ്കിലും പോയി കാണേണ്ടതുണ്ടോ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി? അതൊക്കെ മോള് അമ്മയോട് സംസാരിച്ചാൽ മതി. അമ്മ ചെയ്തോളൂ. പിന്നെ മൂർത്തി ഉണ്ടല്ലോ. ഞാൻ അച്ഛന്റെ കൂടെ വന്നിട്ടാണല്ലോ ഇതൊക്കെ. എന്റെ കഷ്ടകാലാണോ അച്ഛനെയും ബാധിച്ചത്? എന്താ മോളെ ഇങ്ങനെ ചോദിക്കുന്നേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണോ ഇതൊക്കെ? മോളെ, നീ അച്ഛന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ മുതല് അച്ഛന്റെ ജീവിതം സ്വർഗതുല്യമായിട്ടല്ലേ ഉള്ളൂ. അല്ലാതെ അച്ഛൻ എന്താ വീഴ്ച? പിന്നെ ഇത് തെറ്റ് കണ്ടാ പ്രതികരിക്കാന്നുള്ളത് എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യ. അതും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിനകത്ത് കയറിയിട്ടാവുമ്പോ. വരട്ടെ, നോക്കാം മോളെ. നീ ധൈര്യത്തോടെ പുറത്തു നിന്നാ മാത്രം മതി. മതി മതി, പോ നോക്ക്. ഞാൻ പറഞ്ഞിട്ടില്ലേ? സർ, ഇപ്പൊ പൊക്കോളാം. അച്ഛാ, ഞാൻ പൊക്കോട്ടെ. അതെ, അച്ഛൻ ഇതിനകത്ത് കിടന്ന് വേദനിക്കാണെന്ന് കരുതി മനസ്സ് വിഷമിപ്പിക്കരുത്. അച്ഛനെല്ലാം നേരിടാനുള്ള കരുത്തുണ്ട്. പിടിച്ചോ. മോളെ, അച്ഛൻ എന്താ പറഞ്ഞേ? എല്ലാ കാര്യങ്ങളും മൂർത്തി അങ്കിളിനോടും അമ്മായിയോടും ആലോചിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ നമുക്ക് ചെയ്യാം മോളെ. ഇയാള് മാത്രമല്ലല്ലോ പോലീസ് ഓഫീസർ. കാണേണ്ടവരെ നമുക്ക് കാണാം, സ്വാധീനിക്കേണ്ടവരെ നമുക്ക് സ്വാധീനിക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. മോള് വണ്ടി കയറ്. ഇല്ല, അങ്കിള് പൊക്കോ. ഞാൻ ഇവരുടെ കൂടെ ഓട്ടോയിൽ വന്നോളാം. വേണ്ട മോളെ, ഇതാവുമ്പോ പെട്ടെന്ന് വീട്ടിലെത്താം. അങ്കിള് പൊക്കോളൂ. ആ ശരി. എടാ ദുബായ്, ഞാൻ പോവാ. മോളെ, മോക്ക് മൊത്തത്തിൽ എന്താ തോന്നുന്നേ? കൊട്ടി ഘോഷിച്ച് വക്കീലിനെ കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായോ? അയാളെ പോലൊരു കിഴങ്ങൻ ഇവർ എവിടുന്ന് തപ്പിയെടുത്താണാവോ? ഗോപാലമാമ, അത് സിയയുടെ പെരുമാറ്റം. ഇല്ല മോളെ, എനിക്കിതിലെന്തോ പ്രശ്നം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ആ മൂർത്തി എന്ന് പറയുന്നവൻ്റെ കാര്യത്തിൽ.
അവനൊരു പേരും കള്ളനാ. ആൾക്കാരെ ജീവനോടെ വിഴുങ്ങുന്ന ടൈപ്പാ. മൂർത്തിയും അനിയ സാറിന്റെ പെങ്ങളും ചേർന്ന് എന്തോ ഒരു കൂർമുന്നണിയുണ്ട്. ശ്രീനിവാസ സാറിനെ രക്ഷിക്കാനല്ല, ദ്രോഹിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മായിക്ക് അച്ഛനോടുള്ള സ്നേഹം നമുക്ക് അറിഞ്ഞൂടെ? പിന്നെ ഗോപാലമാമൻ എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നേ? അത് പറഞ്ഞത് ശരിയാ. അവരൊക്കെ ആത്മാർത്ഥതയുള്ള ആളുകളാ. മോളെ, ദുബായ് മാമൻ നിങ്ങളെക്കാ കുറച്ച് ഓണം കൂടുതലുണ്ടവനാ. കാഴ്ചകളൊക്കെ ഒരുപാട് കണ്ടതാ. എന്തായാലും നിങ്ങൾ വാ. മുഖം മൂടിയിട്ട് നടന്നാലും ഒരുപാട് കാലമൊന്നും ഒരാളെ കൊണ്ടും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതൊരു ദിവസം അഴിഞ്ഞു വീഴും. അമ്മേ, മോളെ, അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? ചോദ്യം കേട്ടാ കുറെ കാലായിട്ട് ഇവിടെ ഇല്ലാത്ത ഒരാളെ പോലെ തോന്നുമല്ലോ, അല്ല സിത്താരെ? മനസ്സറിഞ്ഞ് ഒരാളുടെ ഇഷ്ടം തോന്നിയ അയാളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പോലും ഇവളുടെ പെരുമാറ്റം ഇങ്ങനെയാ സുമിത്ര. നവീൻ എവിടെ? നവീൻ ഓഫീസിൽ നിന്ന് എത്തിയിട്ടില്ല. മോള് വിളിച്ചില്ലേ? ആ ഇല്ല, ഞാനൊന്ന് വിളിക്കട്ടെ. പോയ കാര്യങ്ങളും ഓക്കെ ആയോ സിത്താരെ? ആ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ പെട്ടെന്നൊന്നും ഗാഥാ മാഡത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം സിത്താര മാമിന് വരില്ല. അമ്മ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കാൻ പോവാ. മോളെ, മുത്തശ്ശി പൂജാമുറിയിൽ വിളക്കെത്തിക്കാൻ പോവാ. നല്ലൊരു ദിവസം തുടങ്ങല്ലേ, പൂജാമുറിയിൽ പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കാം. എന്താ സിത്താരെ, രഹസ്യം തീർന്നില്ലേ അമ്മയുടെ മോളുടെ? ഫോൺ പിന്നെ ചെയ്യാം. ഇപ്പൊ പൂജാമുറി പോയിട്ട് മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് പറയായിരുന്നു. എന്നാ ഞാൻ ഇങ്ങോട്ട് ചെല്ലട്ടെ അമ്മേ. ഈശ്വര,